നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂന്തറ പോലീസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്രത്തിൽ നിന്നും വിലങ്ങുവെച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിൽ ഉന്നതതല അന്വേഷണം നടത്തും. വ്യാപക പ്രതിഷേധമാണ് ഇതിനോടനുബന്ധിച്ച് ഉയർന്നിരിക്കുന്നത്. വിഗ്രഹമോഷണ കേസിൽ പങ്കുണ്ട് എന്ന് സംശയിച്ചായിരുന്നു ഈ നീക്കം. നിരപരാധിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പൂജാരിയെ വിട്ടയച്ചു. പോലീസിന്റെ നടപടിക്കെതിരെ ഈ പൂജാരി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ നടപടി വന്നേക്കും. ആഴ്ചകൾക്ക് മുൻപ് പൂന്തറ ഉച്ചമാടൻ ദേവീക്ഷേത്രത്തിൽ നിന്ന് 1 കോടിയോളം രൂപ വില വരുന്ന പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയ കേസിൽ പങ്കുണ്ടെന്ന സംശയത്തിലാണ് പൂജാരിയെ കൊണ്ടുപോയത്. ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറസ്റ്റ്. വെള്ളിയാഴ്ച വൈകിട്ട് 5:45 പൂന്തറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്തിയത്. യൂണിഫോമിലെത്തിയ ഉദ്യോഗസ്ഥർ കാര്യം അറിയാമല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്നും വിളിച്ചിരുന്നു എന്നും നാളെ 10 മണിക്ക് ഹാജരാകണമെന്ന് അറിയിച്ചെങ്കിലും പോലീസുകാരൻ അതിൽ വഴങ്ങിയില്ല. ഷർട്ട് ധരിക്കാൻ പോലും സമ്മതിക്കാതെ പൂജ ആരെങ്കിലും ചെയ്തോളുമെന്ന് പറഞ്ഞാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അരുണിന്റെ പരാതിയിൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ജീപ്പിൽ കയറ്റി വിലങ്ങുവച്ച ശേഷം പൂന്തറ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും തുടർന്ന് സ്റ്റേഷനിലും കൊണ്ടുപോയി. 6 മുതൽ രാത്രി 8-10 വരെ സെല്ലിൽ അടച്ചു. മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷം സ്വകാര്യ വാഹനത്തിൽ കയറ്റി വിട്ടയച്ചു. നേരത്തെ പൂന്തറ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു. അവിടുത്തെ സെക്രട്ടറിയുമായി പിണങ്ങിയാണ് ഇറങ്ങിയത്. സെക്രട്ടറി വൈരാഗ്യം തീർത്തതാണ് അരുൺ പറയുന്നു. വിഗ്രഹ മോഷണ കേസിൽ മുൻ പൂജാരി അരുണിന് ബന്ധമുണ്ട് എന്നും സംശയിക്കുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ തുടക്കം മുതൽ ആരോപിച്ചിരുന്നു എന്നാണ് പൂന്തറ പോലീസിന്റെ വിശദീകരണം. പൂജാരിയെ പലതവണ വിവരങ്ങൾ തിരക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു. 14 മുതൽ അരുണിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇതിനുവേണ്ടി എന്തിനാണ് വിലങ്ങ് വെച്ച് കൊണ്ടുപോയത് എന്നാണ് ഉയരുന്ന ചോദ്യം. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ വിലങ്ങ് വെക്കൽ എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതിശക്തമായി തന്നെ ഉയരുകയാണ്.